ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒരു വീഡിയോ ഷോ ചെയ്യാണ്. ഈ വീഡിയോ 2023 ഓഗസ്റ്റ് 20 ഈ നമ്മൾ ഈ പറയുന്ന നാഷണൽ NGO കോൺഫെഡറേഷന്റെ ഓഫീസിന്റെ ഉദ്ഘാടനം നടക്കുന്ന വീഡിയോ ആണ്. ആ ഉദ്ഘാടനം നടത്തുന്നത് നമ്മുടെ ബഹുമാന്യനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടിയാണ്. ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് അയച്ചു തരാം. ശിവൻകുട്ടി ഇതിൽ വളരെ പ്രധാനമായും പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറയുന്നത് ഞാനൊന്ന് പറയാം. ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും തരാം. പാതി വിലയിൽ ലാപ്ടോപ്പ് ഉൾപ്പെടെ നിരവധി കാര്യങ്ങൾ വിതരണം ചെയ്യുന്ന ഈ സംഘടന സെപ്റ്റംബർ മുതൽ തീരദേശ മേഖലയിലേക്ക് പ്രവർത്തനം വ്യാപിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗമാണ്. തീർച്ചയായും ഇതൊരു പുതിയ കാൽവെപ്പാണ്. ഈ സംഘടന പുതിയ സന്ദേശമാണ് ഈ സമൂഹത്തിന് നൽകുന്നത്. പിന്നെ അദ്ദേഹം പറയാണ്, ഇന്നലെ വരെ ചിന്നിച്ചിതറി കിടക്കുന്ന നമ്മുടെ നാട്ടിലെ സന്നദ്ധ സംഘടനകളെ മുഴുവനും ഇനി ഒരു കുടക്കീടിലേക്ക് കൊണ്ടുവരാൻ ഈ ഓർഗനൈസേഷന് സാധിക്കും. അങ്ങനെ വന്നാൽ ഉണ്ടാകുന്ന മെച്ചപ്പെടൽ നമ്മുടെ കേരളത്തിലെ മുഴുവൻ സമൂഹത്തിനുമാണ്. ആരാ പറയുന്നത്? ശ്രീ ശിവൻകുട്ടി മന്ത്രി. ഇനി പറയുന്നതാണ് പ്രധാനം. ഏതൊരു സംഘടനയും അതിന്റെ തലപ്പത്തിരിക്കുന്നവരുടെ വിശ്വാസ്യതയാണ് അതിനെ ശക്തിപ്പെടുത്തുന്നത്. നമ്മുടെ സംഘടനക്ക്, അദ്ദേഹം കൂടി ഓണർഷിപ്പ് ഏറ്റെടുത്തു, വാക്കുകൾ ശ്രദ്ധിക്കണം, നമ്മുടെ സംഘടനക്ക് അഭിമാനത്തോടെ ഈ കേരള സമൂഹത്തിന് മുന്നിൽ സമർപ്പിക്കാവുന്ന നേതൃത്വമാണ് ഉള്ളത്. എന്നിട്ട് അദ്ദേഹം ഈ നേതാക്കളെ പരിചയപ്പെടുത്തുകയാണ്. നമ്മുടെ അനന്തു എനിക്ക് നല്ലവണ്ണം ബന്ധമുള്ള കക്ഷിയാണ്. അദ്ദേഹമാണ് ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ്, ആ ചടങ്ങിൽ പങ്കെടുക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകുമാർ ഞാൻ നല്ല ബന്ധമുള്ള വ്യക്തിയാണ്. അതുപോലെ അദ്ദേഹം പറയുന്നത് റിട്ടയർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ, അതുപോലെ തന്നെ അനന്തകുമാർ സാറും ഇതിന്റെ തലപ്പത്തുണ്ട് എന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഈ സംഘടനയ്ക്ക് ഉണ്ടാവില്ല. അവസാനം അദ്ദേഹം കൺക്ലൂഡ് ചെയ്യുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് എന്റെ എല്ലാവിധ പിന്തുണയും, മാത്രമല്ല ഈ കേരള ഗവൺമെന്റിന്റെ എല്ലാവിധ പിന്തുണയും ഈ സംഘടനയ്ക്ക് ഉണ്ടാവുമെന്ന് ഞാൻ ഇവിടെ വ്യക്തമാക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഒരു MLA എന്ന നിലയിൽ ഞങ്ങളുടെ NGO അല്ലെങ്കിൽ അതുപോലെയുള്ള 100 കണക്കിന് NGOകൾ ഇതിൽ അംഗമാകുന്നത് 2024 ഞങ്ങൾ അംഗമാകുകയല്ല, ഞങ്ങൾ ഈ കോൺഫെഡറേഷന്റെ ഭാഗമായിട്ടില്ല. പക്ഷെ ഞങ്ങൾ ഇതിനു വേണ്ടി അപേക്ഷിക്കുന്നത് ആരുടെ വാക്ക് കേട്ടിട്ടാണ്? നമ്മുടെ കേരള ഗവൺമെന്റ് എൻഡോസ് ചെയ്ത ഒരു നാഷണൽ NGO കോൺഫെഡറേഷൻ കേരളത്തിന്റെ ഭാവിയെ മാറ്റിവരക്കാൻ മാത്രം വിപുലമായി വലുതാകുന്നു എന്ന് നമ്മുടെ ബഹുമാന്യനായ മന്ത്രിസഭയിലെ അംഗം സാക്ഷ്യപ്പെടുത്തിയ ശേഷം 1 വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ ആ സംഘടന നൽകുന്ന ലാപ്ടോപ്പിന് വേണ്ടി അപേക്ഷിക്കുന്നത്. ഞങ്ങളാണോ കുറ്റവാളി? അല്ലെങ്കിൽ ഞങ്ങൾ ഇതിലേക്ക് നയിച്ച മന്ത്രിയാണോ കുറ്റവാളി? ഞങ്ങൾക്കെതിരെയാണോ കേസെടുക്കേണ്ടത്? അല്ലെങ്കിൽ ഈ പ്രേരണ മുഴുവനും നടത്തിയിട്ടുള്ള ബഹുമാന്യനായ മന്ത്രിക്കെതിരാണോ കേസെടുക്കേണ്ടത്? ഈ നാട്ടിലെ ഇന്റലിജൻസ് സംവിധാനം എവിടെയാണ് പരാജയപ്പെട്ടത്? ആയിരക്കണക്കിന് ആളുകൾ അപേക്ഷ നൽകി, ഞങ്ങളും അപേക്ഷ നൽകി. ഞങ്ങൾ അപേക്ഷ നൽകുന്നതിന് മുമ്പ് തന്നെ ഈ കേരളക്കരയാകെ അവർ വിതരണം നടത്തിയിരുന്നു. ഞങ്ങൾ അപേക്ഷ നൽകിയപ്പോൾ 234 ലാപ്ടോപ്പുകൾ ഞങ്ങളുടെ നിയോജക മണ്ഡലത്തിൽ അവർ തന്നു, വിതരണം ചെയ്തു. 19 സ്കൂട്ടറുകൾ അവർ തന്നു, വിതരണം ചെയ്തു. പാവപ്പെട്ട 380 വിദ്യാർത്ഥികൾക്ക് ഞങ്ങൾ സ്കൂൾ കിറ്റുകൾ നൽകി. ആ സ്കൂൾ കിറ്റുകളുടെ കാര്യത്തിൽ അവർ പകുതി പൈസ ഈടാക്കിയപ്പോൾ അത് മുദ്ര എന്ന് പറയുന്ന ഈ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ പകുതി പൈസ മുദ്ര അടച്ചുകൊണ്ട് ഫ്രീ ആയിട്ടാണ് ഞങ്ങൾ കുട്ടികൾക്ക് കൊടുത്തത്. ഞങ്ങൾക്ക് എന്ത് സാമ്പത്തിക ഇന്റൻഷനാണ് ഇതിലുള്ളത്? അത് കഴിഞ്ഞ് ജൈവ വളം വന്നു, 182 കർഷകർക്ക് കൊടുത്തു. അതുപോലെ തന്നെ 760 തയ്യൽ മെഷീനുകൾ ഞങ്ങൾ കൊടുത്തു. അതിനൊരു കാരണം കൂടിയുണ്ട്. ഈ നിയോജക മണ്ഡലത്തിൽ മുദ്രയുടെ ആഭിമുഖ്യത്തിൽ നമ്മൾ ഒരുപാട് എംപവർമെന്റ് ആക്ടിവിറ്റീസ് നടത്തുന്നുണ്ട്. അത് സ്ത്രീകൾക്കിടയിലുണ്ട്, കുട്ടികൾക്കിടയിലുണ്ട്, വിദ്യാർത്ഥികൾക്കിടയിലുണ്ട്, യുവജനങ്ങളുടെ. ഇപ്പോൾ ഈ 15-നും 16-നും നടക്കാൻ പോകുന്ന സ്കെയിലപ്പ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. ഈ പ്രോഗ്രാമുകളെല്ലാം എംപവർമെന്റ് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യമാണ്.
അപ്പൊ ഞങ്ങൾക്ക് ഇത്രയും സാധനങ്ങൾ അവരിന്ന് കയ്യിൽ കിട്ടി. അപ്പൊ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് അവരെ അവിശ്വസിക്കാൻ കഴിയുമോ? അത് കഴിഞ്ഞ് 300ഓളം അപേക്ഷകൾ ബാക്കിയുള്ളപ്പോഴാണ് ഞങ്ങൾ നിരന്തരമായി വിളിക്കുന്നത്. ഒരു മാസം കഴിഞ്ഞിട്ടും കിട്ടിയില്ല. 40 ദിവസമാണ് ഞങ്ങളോട് പറഞ്ഞത്. 4 മാസമാണ് ഞങ്ങളോട് പറഞ്ഞത് ഇതിന്റെ പരമാവധി കാലാവധി. അത് ഞങ്ങൾ നൽകിയ പരസ്യങ്ങളിലൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, 4 മാസത്തിനകമാണ് ഇത് കിട്ടുക എന്നുള്ളത്. 4 മാസം ഞങ്ങൾ കാത്തു നിന്നു. 4 മാസം കഴിഞ്ഞിട്ട് ഇത് കിട്ടാതെ വന്നപ്പോൾ നിരന്തരമായി ഞങ്ങൾ ഇതിന്റെ സെക്രട്ടറി ആയ അനന്തകൃഷ്ണനെതിരെ അനന്തകൃഷ്ണനോട് ഞങ്ങൾ സംസാരിച്ചു. അപ്പൊ ഇപ്പൊ കിട്ടും എന്നുള്ള നിലയിൽ പറഞ്ഞു. ഞാൻ പറയുന്നത്, ഇങ്ങനെ കിട്ടാതെ പോയ സന്ദർഭത്തിൽ ഞങ്ങൾ സ്വാഭാവികമായിട്ടും അവര് നൽകുന്ന വിവരം മാത്രമാണ് ഞങ്ങളുടെ കയ്യിലുള്ളത്. ഞങ്ങളുടെ കയ്യിൽ വേറൊരു വിവരവുമില്ല. അവര് നൽകുന്ന വിവരം ഈ പണം അടച്ച ആളുകൾക്ക് അപ്പപ്പോ തന്നെ ഞങ്ങൾ നൽകി. അതും കഴിഞ്ഞു. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ കിട്ടാതായ സന്ദർഭം വന്നപ്പോ ഞങ്ങൾ ഒരു ദിവസം അദ്ദേഹത്തെ കാണാൻ വേണ്ടി എന്റെ ഓഫീസ് സെക്രട്ടറിയായ ഫസൽ നേരിട്ട് കൊച്ചിയിൽ പോയി അദ്ദേഹത്തെ കണ്ടില്ല, തിരിച്ചു പോന്നു. അതിന് തൊട്ടടുത്ത ദിവസമാണ് അറസ്റ്റിലാവുന്ന വിവരം അറിയുന്നത്. അപ്പൊ സ്വാഭാവികമായും ഇതിന്റെ കുറ്റവാളികൾ ഇത് തട്ടിപ്പ് നടത്തിയവരല്ലേ? ഈ തട്ടിപ്പൊന്നും അറിയാതെ ബഹുമാന്യനായ മന്ത്രി ഇത്രയേറെ പറഞ്ഞിട്ടും ഈ തട്ടിപ്പിന് വിധേയരായ ഇരയായവരെ തേടി നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്നുള്ളതാണ് സർക്കാരിനോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്.